ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈ വാഴക്കൂമ്പും ചെറുപയറും കൂടെ വെച്ച് ഒരു തോരൻ ഉണ്ടാക്കാം. അത് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. ഇത് കിഡ്നി സംബന്ധമായ അസുഖങ്ങളുള്ളവർക്കൊക്കെ ഏറ്റവും ബെറ്ററാണ് ഈ വാഴക്കൂമ്പ്. അല്ലാതെ തന്നെ നമ്മുടെ ശരീരത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ വാഴക്കൂമ്പ്, വാഴപ്പിണ്ടി ഇവയൊക്കെ കഴിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമുക്കൊരു വാഴക്കൂമ്പ് കിട്ടിയിട്ടുണ്ട്. ആ വാഴക്കൂമ്പും ചെറുപയറും കൂടെ വെച്ച് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ വെക്കാം. അതിന് ആവശ്യമായതൊക്കെ ആദ്യം ഇത് തോരനുള്ളത് ഈ വാഴക്കൂമ്പ് അരിഞ്ഞുകൊണ്ട് വരട്ടെ. അങ്ങനെ നമ്മൾ വാഴക്കൂമ്പ് അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പയർ കഴുകി ഞാൻ കുക്കറിലിട്ടിട്ടുണ്ട്. അത് വിസിലടിച്ച് ഇട്ടേക്കുക. ഇനി അതിൻ്റെ കൂടെ ഇതിരിക്കും തോറും അങ്ങ് കറുത്ത് പോയി വാഴക്കൂമ്പ്. പിന്നെ ആണെങ്കിൽ ആ കറയുടെ ഇതുണ്ടായതുകൊണ്ട് കറുപ്പ് വരും. ഇച്ചിരി വെളിച്ചെണ്ണ നമുക്ക് അതിനകത്ത് ഒഴിച്ച് ഒന്ന് തടവി വെക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങനെ ഞെവടി വെക്കുമ്പം അതിൻ്റെ കറയൊക്കെ ഒന്ന് പോവാനൊക്കെ നല്ലതാണ്. എന്നിട്ട് ഇതും കൂടെ ഇരിക്കും തോറും അല്ലെങ്കിൽ അങ്ങ് കറുത്തു പോകും. അതുകൊണ്ട് ഇതും കൂടെ ആ കുക്കറിനകത്തോട്ട് ഇടാം. പയർ വേവിച്ച് ഒരു വിസിലൂടെ അടിക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കിക്കൊണ്ട് വരാം. ഇതും കൂടി ഇതിലിട്ടൊന്ന് വിസിലടിപ്പിക്കാം. അല്ലെങ്കിൽ അത് ഇനി അരപ്പൊക്കെ റെഡിയാക്കി കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇതങ്ങ് കറുത്ത് പോകും. അപ്പോൾ അത് ആ പയറിൻ്റെ കൂടെ അതുകൂടെ അങ്ങ് വേവും. പയർ ഞാൻ 2 വിസിലടിച്ചതാണ്. അവിടെ ഇരുന്ന് ഒന്ന് വിസിലടിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അപ്പം നമ്മൾ അരപ്പിനുള്ളത് പച്ചമുളക്, ജീരകം, പിന്നെ തേങ്ങ കയന്ന് പോയി. അതുകൊണ്ട് ഞാനത് ചെറുതായിട്ട് അരിഞ്ഞിട്ടേക്കും. അത് മിക്സിയിൽ അടിക്കുമ്പോൾ അതങ്ങ് നല്ലയായി അരഞ്ഞു വന്നോളും. പിന്നെ ഒരു ഉള്ളി, കരിയാപ്പില, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ നമുക്ക് ചതച്ചുകൊണ്ട് വരാം. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ഇടാം. ചതച്ചുകൊണ്ട് വരാം. അങ്ങനെ തോരൻ വെക്കാൻ നമ്മൾ ചീനിച്ചട്ടി കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ അതോട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചു കടുകിടാം. ഇച്ചിരി കരിയാപ്പില ഇടാം.
2 വറ്റൽമുളക് കൂടി ഇടാം. ഇതിനകത്തോട്ട് നമുക്ക് ഈ അരപ്പ് തട്ടിയിടാം. ചതച്ച് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഇതിനകത്ത് ഇടാം. ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ ജീരകവും തേങ്ങയും പച്ചമുളകും എല്ലാം കൂടെ ചതച്ച് കൊണ്ടുവന്നതാണ് ഈ അരപ്പ്. അത് നമുക്കിതിനകത്തോട്ടിട്ട് അങ്ങനെ നമ്മൾ അരപ്പ് ഇവിടെ ഇട്ട് കടുവറുത്ത് ചീൻചട്ടിയിൽ ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ഈ കുക്കർ തുറന്ന് ഇത് ഇട്ട് കൊടുക്കാം. പയറും കൂമ്പും എല്ലാം കൂടെ വേവിച്ചത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഉപ്പും നമ്മൾ മുമ്പേ ഇട്ടിട്ടില്ലായിരുന്നു. നമുക്കിതൊന്ന് അടച്ചു വെച്ചാൽ വെള്ളം ഒന്ന് വറ്റിക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായ രുചികരമായ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഹെൽത്തിയാണ്. അങ്ങനെ വാഴക്കൂമ്പ് ചെറുപയർ തോരൻ ഇവിടെ റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നിർത്തുവാണ്. ഇത്രയും മാറ്റിയാൽ മതി. അങ്ങനെ നമ്മുടെ വാഴക്കൂമ്പ് ചെറുപയർ തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഓക്കെ, ബായ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.